Good morning, dear students. In the last class, we discussed about the essential elements of a valid contract. Okay, we already discussed 7 points. എന്തൊക്കെയായിരുന്നു? 7 നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻഷിപ്പ്, ലോഫുൾ കൺസിഡറേഷൻ, കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫ്രീ കൺസെൻറ്റ്, ലോഫുൾ ഒബ്ജക്ട്സ്, എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. ഈ 7 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആർക്കും സംശയം ഇല്ലയെന്ന് വിശ്വസിക്കുന്നു. 1-2 പേര് ചോദിച്ചു, അവർക്ക് പറഞ്ഞു കൊടുത്തു. ഓക്കെ, നൗ ഓൺലി 3 points, 3 essential elements that have to be discussed. First one, the 8th point is certainty of meaning. Certainty of meaning. What do you mean by certainty of meaning? എന്താണ് certainty of meaning? In order to, the terms of the contract must be precise and certain and must not be vague. എന്നുവെച്ചാൽ എന്താ? അതായത് ആ കോൺട്രാക്റ്റിലെ അർത്ഥം 2 പാർട്ടീസിനും അല്ലെങ്കിൽ പുറത്തൊരാൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായി മനസ്സിലാക്കുന്നതായിരിക്കണം. പ്രിസൈസ് ആയിരിക്കണം. അത് വേഗ് അൺക്ലിയർ ആകരുത്, ക്ലിയർ ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് വേഗ് ആൻഡ് ഈസ് നോട്ട് പോസിബിൾ ടു അസർട്ടൈൻ ഇറ്റ്സ് മീനിങ്, ഇറ്റ് കനോട്ട് ബി എൻഫോഴ്സ്ഡ്. അതായത് ഇത് വോഗാണ്, അത് നല്ല ക്ലിയർ അല്ല, അത് അതിൻ്റെ മീനിങ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം എഗ്രിമെൻറ്റുകൾ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല, അത്ര നടപ്പിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറയുന്നുണ്ട്, അക്കോർഡിംഗ് ടു സെക്ഷൻ 29 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, എഗ്രിമെൻറ്റ് ദാറ്റ് മീനിങ് ഓഫ് വിച്ച് ഈസ് നോട്ട് സർട്ടൺ ഓർ കേപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് സർട്ടൺ ആർ വോയിഡ്. ഒരു എഗ്രിമെൻറ്റിൻ്റെ മീനിങ് കൃത്യതയല്ല, അല്ലെങ്കിൽ അതിനെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, കേപ്പബിൾ ഓഫ് ബീയിങ് മെയ്ഡ് സർട്ടൺ, അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്നതല്ല എങ്കിൽ, കേപ്പബിൾ അല്ല എങ്കിൽ അതിനെ നമ്മൾ വോയിഡായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്കതിൻ്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, എ എഗ്രീസ് ടു സെൽ എ കാർ ടു ബി ഔട്ട് ഓഫ് ഹിസ് 5 cars. ഒരാൾക്ക് 5 കാറുണ്ട്, അയാൾ എ എന്നുള്ള ആൾക്ക് 5 കാറുണ്ട്, അയാൾ അതിലൊരു കാർ ബിക്ക് വിൽക്കാനായിട്ട് പോകുന്നു. ഓക്കെ, എ എഗ്രീസ് ടു സെൽ എ കാർ. ദർ ഈസ് നത്തിങ് വാട്ട് എവർ ടു ഷോ വിച്ച് കാർ വാസ് ഇൻറ്റൻഡഡ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയോട് പറയുന്നു, ഞാൻ നിനക്കൊരു കാറ് വിൽക്കാൻ തയ്യാറാണ് 50,000 രൂപയ്ക്ക് എന്ന് പറയുന്നു. അയാൾക്ക് 5 കാറുണ്ട്. ഓക്കെ, അപ്പോൾ ബി ഏത് കാറെന്ന് വിചാരിക്കും? ബി ഏറ്റവും നല്ല കാർ വിചാരിക്കും, എ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മോശമായ കാറായിരിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ അതിൻ്റെ മീനിങ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റത്തില്ല. ദർ ഈസ് നോ ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്. ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ് ഓൺ ദ ഗ്രൗണ്ട് ഓഫ് അൺസർട്ടനിറ്റി. ഇത്തരം എഗ്രിമെൻറ്റ് വോയിഡ് ആയിട്ടാണെന്ന് പറഞ്ഞത് ബിക്കോസ് ദ മീനിങ് ഈസ് അൺസർട്ടൺ. ഓക്കെ, ദ മീനിങ് ഈസ് നോട്ട് ക്ലിയർ. അപ്പോൾ ഒരു എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആകണമെങ്കിൽ എഗ്രിമെൻ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻ ക്ലിയർ ആയിരിക്കണം, സർട്ടൺ ആയിരിക്കണം, പാർട്ടീസിനത് മനസ്സിലായിരിക്കണം. ദെൻ ഓൺലി ദ എഗ്രിമെൻറ്റ് ഈസ് ടു ബി സർട്ടൺ. സർട്ടനിറ്റി ഓഫ് മീനിങ്, അത് കൃത്യമായി മനസ്സിലാവും. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് പോയിന്റ്, പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കണം, നടപ്പിലാക്കാൻ പറ്റുന്നതായിരിക്കണം അല്ലേ? അനദർ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഇസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് ബീയിങ് പെർഫോംഡ്. നടപ്പിലാക്കാൻ കഴിയുന്നതായിരിക്കണം. ഞാൻ നിന്നെ സ്വർഗത്ത് കൊണ്ടുപോകാം, നടക്കുമോ? അല്ലേ? പ്രാർത്ഥിച്ചാലൊക്കെ സ്വർഗത്ത് എത്താമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അല്ലാതെ ഒരാൾ പറയുന്നു, നീ നാളെ രാവിലെ വന്ന് എനിക്ക് 10,000 രൂപ തരികയാണെങ്കിൽ നിന്നെ ഞാൻ സ്വർഗത്തിലെത്തിക്കാം, നടക്കുന്ന കാര്യമാണോ? ഇല്ല. അല്ലെങ്കിൽ ഒരാൾ പറയുന്നു, ഞാൻ നിന്നേക്ക് നിധി എടുത്തു തരാം, മണ്ണിനടിയിൽ നിന്ന് നല്ല നിധി എടുത്തു തരാം, നീ ഇത്ര രൂപ എനിക്ക് തരണം, നടക്കുമോ? ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെർഫോമൻസ് പോസിബിൾ അല്ല എങ്കിൽ കോൺട്രാക്ട് നടപ്പാൻ പറ്റത്തില്ല. അപ്പോൾ പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഈസ് വെരി അക്കോർഡിംഗ് ടു സെക്ഷൻ 56 of the Indian Contract Act, an agreement to do an act impossible in itself is void. അല്ലേ? നടപ്പിലാക്കാൻ പറ്റത്തില്ല, ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം ചെയ്യാമെന്ന് ഏറ്റിട്ട് 2 പേര് തമ്മിൽ കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സെഡ് ടു ബി void, not valid. If the act is impossible in itself, it cannot be enforced law. അല്ലേ? എഗ്രിമെൻറ്റ് ഇമ്പോസിബിൾ ആണെങ്കിൽ അത് നിയമപരമായി നടപ്പിലാക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. എ ബിയോട് പറയുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും 2 വ്യക്തികൾ എ ബിയോട് പറയുന്നു, ടു ഡിസ്കവർ ട്രഷർ ബൈ മാജിക് ആൻഡ് ബി അഗ്രീസ് ടു പേ 5,000 ടു എ. ബിയോട് പറയുകയാണ്,
ഞാൻ മാജിക്കിലൂടെ നിധി കണ്ടെത്തി തരാം, നിധി എടുത്ത് തരാം, നീ എനിക്ക് 5000 രൂപ തരണം. Is it possible? No, the performance is not possible. This agreement is void because it's an agreement to do an impossible act. ഒരു ഇമ്പോസിബിൾ ആക്ട് പെർഫോം ചെയ്യുന്നത് വോയിഡായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു എഗ്രിമെൻറ്റ് വാലിഡ് ആകണമെങ്കിൽ the possibility is performance is possible. This possibility of performance is the 9th essential element. Clear? Okay, next. ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാ സാഹചര്യത്തിലും വരുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കോൺട്രാക്ട് മേ ബി ഓറൽ ഓർ റിട്ടൺ, എക്സ്പ്രസ് ഓർ ഇംപ്ലൈഡ്. ക്ലാസിഫിക്കേഷൻ അടുത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. ഇങ്ങനെയാകാം. ഇപ്പം നമ്മൾ ബസ്സിൽ കയറി, ഞാനിപ്പം മലപ്പുറത്ത് നിന്ന് ബസ്സിൽ കയറി തിരൂരേക്ക് വരുന്നു. തിരൂരേക്ക് വരാൻ ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ദെർ ഈസ് ആൻ ഇംപ്ലൈഡ് കോൺട്രാക്ട് അല്ലേ. ആ ബസ് ജീവനക്കാർ എന്നെ മലപ്പുറത്ത് തിരൂരെത്തിത്തരണം, അതിനാണ് ഞാൻ പൈസ കൊടുത്തത്. ദെർ ഈസ് ഇംപ്ലൈഡ് കോൺട്രാക്ട് അല്ലേ. ഞാനൊരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു, അങ്ങനെയെങ്കിൽ ഞാനത് പൈസ കൊടുക്കുമെന്നുള്ളത് ഇംപ്ലൈഡ് കോൺട്രാക്റ്റാണ്. എന്നാൽ മറ്റ് ചില തരത്തിലുള്ള കോൺട്രാക്റ്റിനകത്ത് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടാക്കണം. റിട്ടേൺ എഗ്രിമെൻറ്റും അതിൻ്റെ രജിസ്ട്രേഷനും നിർബന്ധമാണ്. അനദർ എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ഈസ് ദാറ്റ് ഇറ്റ് മസ്റ്റ് ബി റിട്ടേൺ, അറ്റസ്റ്റ് ഓർ രജിസ്റ്റേർഡ് ഇഫ് ഇറ്റ് ഈസ് സോ എസെൻഷ്യൽ അണ്ടർ എനി ലോ പ്രിവെയിലിംഗ് ഇൻ ദ കൺട്രി. അത്തരം നിയമം ഒരു കോൺട്രാക്റ്റിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് സ്ഥലം വാങ്ങുന്ന കേസ് അല്ലേ. ഒരാളിൽ നിന്ന് ഒരാൾ സ്ഥലം വാങ്ങുന്ന ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ട്രാൻസാക്ട് ചെയ്യുന്നു. അത് വാക്കാൽ പറയുകയോ വെള്ള പേപ്പർ എഴുതിയോ പറ്റുമോ? ഇല്ല. പിന്നെന്ത് ചെയ്യണം? അത് സ്റ്റാമ്പ് പേപ്പർ വാങ്ങി എഴുതി തയ്യാറാക്കി ഗവൺമെൻറ്റിൻ്റെ സ്റ്റാമ്പ് പേപ്പറിൻ്റെ ഡ്യൂട്ടി അടച്ച് രജിസ്ട്രേഷൻ ഫീസ് അടച്ച് നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ ഇറ്റ് ഈസ് സെഡ് ടു ബി വാലിഡ്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കരാറുകളുണ്ട് അല്ലേ. അപ്പോൾ ആൻ ഓറൽ എഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഈസ് അൺഎൻഫോഴ്സിബിൾ അല്ലേ. അത്തരത്തിലുള്ള പ്രോപ്പർട്ടി നമ്മൾ വാക്കാൽ പറയാൻ അല്ലെങ്കിൽ ഓറലായിട്ട് പറയാനോ അല്ലെങ്കിൽ വെറും വെള്ളക്കടലാസ് റിട്ടേൺ ചെയ്യാനോ പറ്റില്ല അല്ലേ. ബിക്കോസ് ദ ലോ റിക്വയർസ് ദാറ്റ് സച്ച് എഗ്രിമെൻറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്. ഇത്തരത്തിലുള്ള എഗ്രിമെൻറ്റ് എഴുതി തയ്യാറാക്കുകയും അത് മുദ്രപത്രത്തിൽ തന്നെ എഴുതി തയ്യാറാക്കുകയും അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം വ്യക്തമായി പറയുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ആർബിട്രേഷൻ എഗ്രിമെൻറ്റ്, ഇൻഷുറൻസ് കരാറുകൾ അല്ലേ, അതുപോലെ തന്നെ വസ്തു പണയം വയ്ക്കുന്നതും അതുപോലെ തന്നെ പാട്ടത്തിന് കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതി തയ്യാറാക്കി രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമം അനുശാസിക്കുന്നത് കൊണ്ട് ഇത്തരം എഗ്രിമെൻറ്റ് ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അല്ലാത്ത എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റായി മാറാറുണ്ടെങ്കിലും ലീഗൽ ഫോർമാലിറ്റീസ് പറയുന്നിടത്ത് ലീഗൽ ഫോർമാലിറ്റീസ് പറഞ്ഞിരിക്കണം. ലീഗൽ ഫോർമാലിറ്റി എസെൻഷ്യൽ എലമെൻ്റാണ്. എല്ലാ തരത്തിലുമല്ല, ചില തരത്തിലുള്ള കോൺട്രാക്റ്റുകൾക്ക് അത് പറയുന്നുണ്ടെങ്കിൽ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ദീസ് ആർ ദ 10 എസെൻഷ്യൽ എലമെൻറ്റ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ്. ക്ലിയർ? ഓക്കെ, നമുക്കൊന്നുകൂടെ നോക്കാം എന്തൊക്കെയായിരുന്നു. ഒന്നാമത്തെ എന്താണ്? ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. ഒരാൾ ഓഫർ കൊടുക്കുന്നു, മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യണം. രണ്ടെന്താണ്? ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് എ ലീഗൽ റിലേഷൻഷിപ്പ് അല്ലെ, നിയമപരമായ ബന്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പരസ്പരം നിയമപരമായ ബന്ധം ക്രിയേറ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടായിരിക്കണം. അതായത് പ്രൈവറ്റ് എഗ്രിമെൻറ്റുകളാകരുത്. ബാൽഫർ വേഴ്സ് ബാൽഫർ കേസ് അല്ലേ. ലോഫുൾ കൺസിഡറേഷൻ, സംതിങ് ഇൻ റിട്ടേൺ, രണ്ടുപേർക്കും പരസ്പരം എന്തെങ്കിലും കിട്ടിയിരിക്കണം. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് അല്ലേ. കപ്പാസിറ്റി ഓഫ് പാർട്ടീസ് എഗ്രിമെൻറ്റ് ഏർപ്പെടുന്ന ആൾക്കാർ ലീഗലി കോമ്പിറ്റൻ്റ് ആയിരിക്കണം അല്ലേ. മൈനറോ അൺസൗണ്ട് മൈൻഡോ അല്ലേ ലുനാറ്റിക്സോ ഇങ്ങനെയുള്ള ആൾക്കാരാകാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്രീ കൺസെൻറ്റ് അല്ലേ. കൺസെൻറ്റ് ഈസ് സെഡ് ടു ബി ഫ്രീ ആയിരിക്കണം അല്ലേ. കൊയേർഷനോ അൺഡ്യൂ ഇൻഫ്ലുവൻസോ മിസ്റെപ്രസെൻറ്റേഷനോ മിസ്റ്റേക്കോ ആകരുത്. ലോഫുൾ ഒബ്ജക്റ്റ്, ദ ഒബ്ജക്റ്റ് ഓഫ് ദ കോൺട്രാക്ട് ഈസ് ലീഗൽ ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഇല്ലീഗൽ, ഇമ്മോറൽ ഓർ ഒപ്പോസിറ്റ് ടു പബ്ലിക് പോളിസിക്ക് എതിരാകാൻ പാടില്ല. അതുപോലെ തന്നെ എഗ്രിമെൻറ്റ് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർ ടു ചില നിയമങ്ങൾക്ക് എതിരെ തടയുന്ന അല്ലെ, മാരേജ് ആക്ടിനെതിരെയുള്ളത്, മാരേജിനെതിരെയുള്ളത്, ട്രേഡ് ചെയ്യാനുള്ള അവകാശത്തിനെതിരെയുള്ളത്, അതുപോലെ തന്നെ വേജറിങ് കരാറുകൾ, ഇമ്പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് ഇങ്ങനെയൊക്കെയുള്ള ലീഗൽ പ്രൊസീഡിങ്സിനെതിരെയുള്ളത്, മീനിങ് അൺസർട്ടൺ ആയിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള എഗ്രിമെൻറ്റ് പ്രത്യക്ഷത്തിൽ തന്നെ നടപ്പിലാക്കാൻ പറ്റാത്തത് എന്ന് പറയാത്തത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ മീനിങ് സർട്ടൺ ആയിരിക്കും പറഞ്ഞതാണ്. സർട്ടൻറ്റി മീനിങ് മസ്റ്റ് ബി ക്ലിയർ ആയിരിക്കണം, വോഗ് ആവരുത്. അതുപോലെ തന്നെ അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരിക്കണം. പെർഫോമൻസ് പോസിബിൾ ആയിരിക്കണം. ഇമ്പോസിബിൾ ആയിട്ടുള്ള ആക്ട് ആയിരിക്കല് എഗ്രിമെൻ്റ് എന്നുള്ളത്. ഇമ്പോസിബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് വോയിഡ്. പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ് എന്നീ ലാസ്റ്റ് വൺ ലീഗൽ ഫോർമാലിറ്റീസ്. ചില എഗ്രിമെൻറ്റുകൾ ലീഗൽ ഫോർമാലിറ്റി അനുസരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ തന്നെ ചെയ്തിരിക്കണം. രജിസ്ട്രേഷൻ വേണമെന്ന് വെച്ചാൽ രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടു ബി വോയിഡ്. ദീസ് ആർ ദ എസെൻഷ്യൽ 10 elements of a valid conduct. It's an important question, so you should study well. നല്ലപോലെ പഠിക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന് ശേഷം ഞാൻ ഇതിൻ്റെ എസ്സേ പരീക്ഷയായിട്ട് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. വർക്ക് തരും, നിങ്ങളത് എഴുതി എന്നെ കാണിക്കണം.
ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് വിത്ത് റിഗാർഡ് ടു ദിസ് യു വിൽ ആസ്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം പറഞ്ഞു നിർത്തി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അപ്പോൾ നമുക്ക് എന്ത് പറയാം, അവസാനം നമുക്ക് പറഞ്ഞു നിർത്തുകയാണ്. എന്താണ്? ഓൾ എഗ്രിമെൻറ്റ്സ് ആർ കോൺട്രാക്റ്റ് if it have a certain essential elements, അല്ലേ? അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് പറയാം. എങ്ങനെയാണ്? ഓൾ കോൺട്രാക്ട്സ്, എല്ലാ കോൺട്രാക്റ്റ് എന്താണ്? എഗ്രിമെൻറ്റുകളാണ്, ആർ എഗ്രിമെൻറ്റ്സ്. ബട്ട് ഓൾ എഗ്രിമെൻറ്റ്സ് ആർ നോട്ട് കോൺട്രാക്റ്റ്, അല്ലേ? എന്തുകൊണ്ടാണ്? ഇഫ് ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഈസ് ടു ബിക്കം എ കോൺട്രാക്ട് ഇറ്റ് ഹാവ് സം ലീഗൽ എസെൻഷ്യൽ എലമെൻറ്റ്സ്, അല്ലേ? അതുകൊണ്ട് സെക്ഷൻ 2H പറയുന്നുണ്ട്, of the Indian Contract Act defines a contract is an agreement which is enforceable by law. അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റും കോൺട്രാക്റ്റ് ആകില്ല, എൻഫോഴ്സിബിൾ ആയിരിക്കണം. അതാണ് ഞാൻ ഉദാഹരണത്തിന് പറയുന്നത്. എല്ലാ എഗ്രിമെൻറ്റും വൈഫ് ഹസ്ബൻഡിനോട് പറയുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനോട് പറയുന്നു, എല്ലാ മാസവും ഞാൻ നിനക്ക് ഇത്ര രൂപ തരാം, കല്യാണത്തിന് മുമ്പ് പറയുന്നു, ഇത്ര രൂപ വെച്ച് മാസം തോറും തരും, ഉറപ്പ് നൽകുന്നു. ഓക്കെ, പിന്നീട് കൊടുത്തില്ല എങ്കിൽ ആ എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് ആകാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് എ പേഴ്സണൽ നേച്ചർ, സോഷ്യൽ അറേഞ്ച്മെൻറ്റ്, അല്ലേ? ഒരു വ്യക്തി വീട്ടിലേക്ക് ഹൗസ് വാമിങ്ങിന് എല്ലാവരെയും വിളിക്കുന്നു, 100 പേരെ വിളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് ആരും ചെന്നില്ല, എല്ലാവരും വരാമെന്ന് പറഞ്ഞ് വന്നില്ല. അപ്പോൾ എഗ്രിമെൻ്റ് ഉണ്ട്, അപ്പോൾ അയാൾ കേസിന് പോകാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് ഇറ്റ്സ് എ സോഷ്യൽ നേച്ചർ, ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാ എഗ്രിമെൻറ്റുകളും കോൺട്രാക്റ്റ് അല്ല, പക്ഷേ എല്ലാ കോൺട്രാക്റ്റും എന്താണ്? എഗ്രിമെൻ്റ് ആണ്, അല്ലേ? ഒരു കോൺട്രാക്റ്റ് ആകണമെങ്കിൽ അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാകണം, ആ എഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ആയിരിക്കണം. അപ്പം നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ all contracts are agreement but all agreements are not contract. Okay, this is the essential point with regard to contract and agreement. All contracts are agreements but all agreements are not contract. If an agreement which is enforceable by law is said to be a contract. Clear? Okay, this is now we end our class. ഇത് നിങ്ങൾ നല്ലതുപോലെ വായിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ലിസണിങ്. ഓക്കെ, താങ്ക് യു ഓൾ.